ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ. എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സൂം സെഷൻ ആണ് അല്ലേ? എല്ലാവരും തമ്മിൽ അല്ലെങ്കിൽ ക്യാപ്ഷനൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ യുണീക്നെസ് ഫെസ്റ്റ് എന്താണ്, കുറേ ഡൗട്ട്സ് ഉള്ളൊരു കാര്യമാണ്. പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പല കൺസേൺസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു സൊല്യൂഷൻ ആയിട്ട് എന്താണിത് എന്നുള്ള പ്രോപ്പറായിട്ട് ഇല്ല, പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സെഷൻസ് ഉണ്ടോ, അത് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും എന്നൊക്കെ ഇല്ല. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ സർവേ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തൊരു ഓറിയന്റേഷൻ സെഷൻ ആണെന്നില്ല. എന്താണ് യൂണിക്നെസ് ഫെസ്റ്റ്, ആർക്കാണ് ഇത് യൂസ്ഫുൾ ആവുക, എന്താണ് പറ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക, ഇത്രയും പേയ്മെന്റിൽ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ, എന്തുകൊണ്ടിന് നിങ്ങൾ ഇതിന് വരണം എന്ന് നമ്മൾ പറയുന്നു, വരുന്ന ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏത് തരത്തിലാണ് സെഷൻ പോവുക, അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകളും ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് കേൾക്കുന്ന സമയത്ത്. സത്യൻ സാറിന് മേ ബി ഉണ്ടാവണമെന്നില്ല, സാർ നമ്മളെ സ്റ്റുഡൻ്റ് ആണ്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സെഷനാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരെയും സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാർ കൂടുതലായി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. സാറിന്റെ സെഷൻ എടുക്കാൻ വേണ്ടി വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. സൗണ്ട് ഇത്തിരി കുറവുണ്ട്. ഓക്കെ ആണോ? അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ തുടങ്ങാണ്. നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ വെക്കാൻ കാരണം, ചില ആളുകൾക്ക് ഇവിടെ ജോയിൻ ചെയ്തവരും ചെയ്യാത്തവരും ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഈ ഒരു ക്ലാരിറ്റിന്റെ കാര്യം ഉണ്ടാവും. ലാസ്റ്റ് 1 വീക്കും കൂടെ ഉള്ളു നമ്മുടെ യൂണിക്നെസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്താണ് ഈ പ്രോഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം യൂണിക്നെസ് ഫസ്റ്റ്, അത് അങ്ങനെ ഒരു പേരും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു പേര് കൊടുത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി 3 പ്രോഗ്രാംസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമില് ജോസഫൻ കുട്ടി സാറൊക്കെ ആയിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. സത്യൻ സാറൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 2 സത്യൻ സാർ. അപ്പോ എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാല് ക്ലാരിറ്റി വരുത്താനുള്ളവർക്ക് ഒന്ന് ഒന്ന് ക്ലിയർ ആക്കി തരാം. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ട്. ജന്മനാ തന്നെ എല്ലാവരും വ്യത്യസ്തരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മീൻസ് നമ്മളുടെ വിരലടയാളങ്ങളായിക്കോട്ടെ, ജന്മനാ തന്നെ നമ്മളുടെ വിരലടയാളങ്ങളും കൃഷ്ണമണിയും DNA ഒക്കെ എൻറ്റയർലി യുണീക്കാണ്. 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ആ 800 കോടി ജനങ്ങൾക്കും വ്യത്യസ്തമായിട്ടാണ് ഈ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ദൈവത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളുടെ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട്. ഒരു കഴിവ് മാത്രമല്ല, ഒരു കഴിവ് ഡോമിനന്റ് ആയിട്ടുണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സും അതേപോലെ തന്നെ ചില അത്ര ഹയർ അല്ലാത്ത ചില കഴിവുകളും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അധികം ആൾക്കാരും മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കഴിവുകൾ കണ്ടെത്താൻ പറ്റാത്തവരായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പം ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പക്ഷെ ചില അധികം ആളുകളുടെയും സാഹചര്യങ്ങളും അവർ ജീവിച്ച് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ എന്തായിട്ട് മാറുന്നുണ്ട്, ജസ്റ്റ് ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കുക. അപ്പം ചിലപ്പം പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡിഗ്രി, PG, PhD തുടങ്ങി അങ്ങനെ പഠനത്തിന് വേണ്ടി പോകും. പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്തെങ്കിലും ജോലിക്ക് കയറും, പിന്നീട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുക, വീട് വാങ്ങുക, കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ മെല്ലെ മരിച്ചു പോകും. പക്ഷെ ആ മനുഷ്യൻ ജീവിച്ച് മരിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കോൺട്രിബ്യൂഷനോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് അവർ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചതിന്റെ ഭാഗമായിട്ട് ചിലപ്പം എടുത്തു പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായമായിട്ട് മാറുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്താനോ ഒന്നും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഇതേപോലെ നമ്മൾക്ക് മറ്റുള്ളവരെയും കൂടെ സഹായിക്കാൻ പറ്റും. നമ്മളുടെ ലൈഫിലും നമ്മളുടെ ഫാമിലിന്റെ ലൈഫിലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ തന്നെ മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കും ഒരു വെളിച്ചമായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുകൾ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഒട്ടുമിക്ക മനുഷ്യന്മാരുടെ, ഇപ്പം എൻ്റെ ലൈഫിൽ നടന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്,
പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മളുടെ മൈൻഡിൽ വരും. മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് ചിലത് മെന്റൽ ബ്ലോക്കുകളായിരിക്കും. മെന്റൽ ബ്ലോക്ക് മീൻസ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ചില ബ്ലോക്കുകൾ കാരണം നമുക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ, നമുക്ക് പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ഞാൻ അതിൽ ഫെയിലായി പോയാലോ, എനിക്ക് അതിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂലേ എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് വരും. എന്ത് കാര്യം പുതിയൊരു ഇനീഷ്യേറ്റീവ്, പുതിയൊരു എന്തെങ്കിലും ഒരു ഐഡിയ വന്നാലും അതിപ്പോ ഞാൻ ചെയ്താലും ഇപ്പം എന്റെ പാരം വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, എനിക്ക് അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ലല്ലോ, ഒരാളോട് പോയി പ്രസന്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ലല്ലോ. ആ രീതിയിൽ പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. അതിപ്പോ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ വളർന്നു വരുന്ന സമയത്ത് പാരന്റിങ്ങിൽ വന്ന മിസ്റ്റേക്കുകളോ ആയിരിക്കാം ചില സമയത്ത്. ഇപ്പം എന്തെങ്കിലും ഒരു കഴിവ് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അന്നൊക്കെ ഉണ്ടാവും നടക്കൂല, ഈ നല്ലോണം ഇരുന്ന് 10ാം ക്ലാസ്സിൽ A+ വാങ്ങാൻ നോക്ക്. അത് A+ വാങ്ങുന്നത് മാത്രമല്ലല്ലോ ദുനിയാവിലെ ലോകത്തിലെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. ചില ആളുകൾ പഠനത്തിലായിരിക്കില്ല ഉഷാറുണ്ടാവുക, നല്ല രീതിയിൽ വരയ്ക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഇപ്പം ഡാൻസോ പല രീതിയിൽ ഇപ്പം ബോഡിയിൽ ഇങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നല്ല സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളുടെ ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ലിയോണൽ മെസ്സിയും അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ ഇപ്പം ഒരു മാത്സ് ടീച്ചറായി ആവാൻ പോയിരുന്നെങ്കിൽ എന്തായാലും അവരെവിടെങ്കിലും എത്തുമായിരുന്നോ? ദാറ്റ് മീൻസ് അവർ ഇഷ്ടത്തോടെ ആയിരിക്കില്ല ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആരായാലും റഹ്മാൻ ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള ആളുകൾ എടുത്തു നോക്കിയാലും ഇഷ്ടപ്പെട്ട് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകൾ കണ്ടെത്തിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ് ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടുന്നത്. അല്ലാത്തവർ എന്താ ചെയ്യുന്നത്, ഇതേപോലെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞത് അതൊരു മോശം കാര്യമല്ല, പക്ഷെ ആ രീതിയിൽ ലീഡ് ചെയ്യുന്നതിനെക്കാളും പകരം നമ്മൾക്കുള്ളിലുള്ള മെന്റലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, മോണിറ്ററി ആയിക്കോട്ടെ, പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇപ്പം പല സെഷനിലും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ ആയിക്കോട്ടെ, ഫാമിലി ഡിസ്കഷൻസ് നടക്കുന്ന സമയത്തൊക്കെ അവർ കേട്ടോണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ള തോട്ട്, ആ ഒരു ചിന്ത മൈൻഡിലേക്ക് കിട്ടി അതും പാരന്റ്സ് ആ പറയുന്നത്. അപ്പൊ കിട്ടി എന്താ സംഭവിക്കാറിയോ, ആ മെന്റാലിറ്റി അവരുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങ് നിലനിന്ന് പോകും. ചില ആൾക്കാരുടെ മൈൻഡിൽ നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് വലിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ആ വിശ്വാസം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയോ, പിന്നെ അവർക്കൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും അതൊക്കെ വലിയ ആൾക്കാർക്കുള്ളതല്ലേ, പൈസക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, അങ്ങനെ അങ്ങ് അവോയ്ഡ് ചെയ്തോ. അവർക്കും ചിലപ്പോൾ പല കഴിവുകൾ ഉപയോഗപ്പെടുത്തി പല ലെവലിൽ എത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവുന്നല്ല, ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാ കഴിവുകൾ. പക്ഷെ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം നമ്മളുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുള്ള മാനസികമായിട്ടും വികാരപരമായിട്ടും നമ്മളെ ആത്മീയപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള ബ്ലോക്കുകൾ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന പ്രോസസ്സ് ഉണ്ട്. ആ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന പ്രോസസ്സിന്റെ കൂടെ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഹാബിറ്റുകളും കൂടെ നമ്മൾ അതിന്റെ കൂടെ കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യന് എല്ലാ ലെവലിലും ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങി ഓരോ ഡയമെൻഷനിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ചെറിയ ചെറിയ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്ത് വെക്കും. ഒറ്റ ദിവസം കൊണ്ട് അന്നിപ്പോ ഒരാൾ ക്ലാസ്സിന് വന്നതുകൊണ്ട് മാത്രം ഒരാൾ ഭയങ്കര അവരുടെ എല്ലാ കഴിവുകളും കണ്ടെത്തി അടുത്ത ദിവസം മുതൽ അവർ പൈസക്കാരാകാൻ പോകുന്നില്ല. അവർ ഭയങ്കര ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാന്നാൻ പോകുന്നില്ല. പക്ഷെ എന്താ സംഭവം, ഈ എവിടെയാണ് നമ്മളുടെ ബ്ലോക്ക് കിടക്കുന്നത് മനസ്സിലാക്കി അത് ക്ലിയർ ഔട്ട് ചെയ്തെടുക്കാനുള്ള ഹാബിറ്റുകൾ, ദിനചര്യകളാണല്ലോ. നിങ്ങൾക്ക് അറിയാലോ, 21 ദിവസത്തോളം ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അതിപ്പോ ഒരു 100 ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് നമ്മളുടെ മൈൻഡിൽ ഒരു പ്രോഗ്രാമായിട്ട് മാറും. അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് എവിടെയാണോ ഡിഫക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം പല ആളുകളും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സന്തോഷത്തോടൊന്നും ആയിരിക്കില്ല ജോലി ചെയ്യുന്നുണ്ടാവുക. പല സിറ്റുവേഷൻസ് കാരണം സാഹചര്യങ്ങൾ, ഇപ്പം പറയല്ലേ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സംഭവിച്ചാന്ന് പറയാം. അതേപോലെ പല സാഹചര്യത്തിലും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്താനോ അതിൽ എങ്ങനെ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം
ഉണ്ടാക്കിയെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ക്ലാരിറ്റി കിട്ടാതെ വരുന്ന സമയത്ത് കിട്ടുന്ന ഏതെങ്കിലും ജോലിയിൽ കയറിയിട്ട് അതിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് ചെറിയൊരു സാലറി സ്കെയിൽ ഉണ്ടാവും, ഒരു റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ചിന്റെ പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കാണെങ്കിലും അവരുടെ മേഖലകൾ, അവരുടെ ആ ബ്ലോക്കുകളും അവരിപ്പോൾ ഉള്ള കംഫേർട്ട് സോൺ, അധികം ആൾക്കാരും വേറൊരു സംഭവം എന്ന് വെച്ചാൽ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഇത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് പോകാൻ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് ഇല്ലാണ്ടായി പോവോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഉള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ഇഷ്ടത്തോടു കൂടി കൂടുതൽ വരുമാനത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് മെല്ലെ ട്രാൻസിഷൻ, മെല്ലെ ഷിഫ്റ്റ് ചെയ്യുക. ഒറ്റയടിക്ക് അങ്ങ് ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു മെത്തേഡിന് പകരം മെല്ലെ മെല്ലെ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്ത് അതിൽ ഇപ്പം നമ്മൾ പറയാറുണ്ട് നമ്മളുടെ ബ്രെയിനും സ്പൈനൽ കോഡും നമ്മളുടെ തലച്ചോറും നട്ടെല്ലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഒരു ന്യൂറോൺസിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു ഗോൾഫ് ബോൾ പോലൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അതിന്റെ പേരാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും. നമ്മളുടെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ബേസൽ ഗാംഗ്ലിയ നമ്മളുടെ തലച്ചോറും അതേപോലെ നട്ടെല്ലും സ്പൈനൽ കോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലം. അവിടെ ഒരു ഗോൾഫ് ബോൾ പോലുള്ള ന്യൂറോൺസിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ ന്യൂറോൺസിന്റെ കോമ്പിനേഷൻ, ആ ബേസൽ ഗാംഗ്ലിയിൽ നിന്നാണ് നമ്മൾ പല സമയത്തും അറിയാതെ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ. ഇപ്പം രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മൾ പല്ലേക്കാൻ പോകുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, വാഷ്റൂം പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മളോട് ആരോ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളെ പെട്ടെന്ന് ബ്രേക്കിലേക്ക് കാല് പോകുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ വിഷയം, ചവയ്ക്കുന്നത് പോലും നമ്മളൊരു ഭക്ഷണം വായിലിട്ടിട്ട് അത് നമുക്കറിയാലോ, അത് ചവച്ച് എങ്ങനെയാണ് ആ പല്ല് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന്. പക്ഷെ നമ്മൾ ഭക്ഷണം വായിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ ഭക്ഷണം കറക്റ്റ് ചവയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അത് മിനിമം ഒരു 21 ദിവസമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ബേസൽ ഗാംഗ്ലിയയിൽ പോയിട്ടാണ് നമ്മളുടെ ഈ ഡാറ്റകൾ സ്റ്റോറേജ് ചെയ്യുന്നത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഹാബിറ്റുകൾ നമ്മളുടെ ലൈഫിൽ ഒരു ഭാഗമായിട്ട് മാറും. അത് പിന്നെ നമ്മൾ ഇന്റൻഷനലി, നമ്മൾ കോൺഷ്യസ്ലി അതിന് വേണ്ട എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറുക എന്ന് പറയും. നമ്മളുടെ തിങ്കിങ് പ്രോസസ് ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിയിട്ട് അതിൽ ആ ന്യൂറോൺസിന്റെ കോമ്പിനേഷന് ആവശ്യമായിട്ടുള്ള ന്യൂറോണ് ഏത് അവയവത്തിലേക്കാണോ വരേണ്ടത് ആ അവയവത്തിലേക്ക് എത്തുകയും അതിനനുസരിച്ച് നമ്മളുടെ ആ അവയവം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് എന്ത് തന്നെ ടൈപ്പ് ഓഫ് ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് നമ്മൾ മോശമായിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇങ്ങനെ എന്ത് ചെയ്താലും ഒരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ട് ഫെയിലായി പോകുക, അല്ലെ ജോലിയിൽ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നില്ല, കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ, ഫാമിലിയുമായിട്ടും വൈഫുമായിട്ടും ഭർത്താവുമായിട്ടും പാരൻസുമായിട്ടും ഒക്കെ വിഷയങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ല. അപ്പൊ അധികം ആൾക്കാരും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ തോന്നുക. അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് എന്താണ് ഹെൽത്ത് പരമായിട്ടും ആരോഗ്യകരമായിട്ട് ചെറിയ എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് തന്നെ ഡൗൺ ആയി പോവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോഴേക്ക് അറിയാതെ ഫോൺ എടുക്കുക. ഇതും ബേസൽ ഗാംഗ്ലിയന്റെ വർക്കാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ എടുത്തിപ്പം ചില ആൾക്കാർ കാണാം, ഭക്ഷണം കഴിച്ച ഉടനെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, ചായ കുടിച്ച ഉടനെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ മധുരം കഴിക്കണം എന്നുള്ള ചിന്ത. ഇതൊക്കെ ഈ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു പ്രോസസ്സ് ലൈഫിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറുന്നതാണ്. ഇതേപോലെ നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി കയറിപ്പോയിട്ടുള്ള ഓട്ടോമേഷൻ സിസ്റ്റംസ് ഉണ്ടല്ലോ, ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ഹാബിറ്റുകളും. ആ ഹാബിറ്റുകളൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കിയെടുത്തിട്ട് അതെങ്ങനെയാണ് ലൈഫിലേക്ക് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെ ഇപ്പൊ ചെയ്യുന്ന അതേ ഹാബിറ്റുകൾ ഫോം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഗോളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല. നമുക്ക് ഏത് ലെവലുള്ളപ്പോൾ നമ്മളുടെ വെൽത്ത് പരമായിട്ടുള്ള ഗോൾ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള ഗോൾ ആയിക്കോട്ടെ, ഹെൽത്ത് പരമായിട്ടുള്ള ഗോൾ ആയിക്കോട്ടെ, ഒരു ഗോളുകളിലേക്ക് നമുക്ക് ഇപ്പം കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ്സ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്താണ്, ആ രീതിയിൽ ഓരോ മേഖലകളിലേക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള മെന്റൽ ബ്ലോക്കുകൾ ഒഴിവാക്കാനുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ആ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഡെയിലി ചെയ്യിപ്പിക്കും. അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് ക്ലാസ്സിന്റെ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ്, ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടെത്താനുള്ള അസസ്മെന്റ്, അതേപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ
ആ 2 റിപ്പോർട്ടുകളും എടുത്തിട്ട് അതിന്റെ ഒരു കൗൺസിലിംഗ് നടത്തും. ഏത് മേഖലയിലാണ് ഒരു ഗ്രൂപ്പ് ഓഫ്, നമുക്കൊരു ഫിൽട്രേഷൻ, 2 റിപ്പോർട്ടുകളും ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കോമ്പിനേഷൻ കിട്ടും. ഏതൊക്കെ ജോബുകളാണ്, ഏത് ജോബുകളുടെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ഏത് ബിസിനസിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ ഒരു തോട്ട് കിട്ടുന്ന സമയത്ത് ആ തോട്ട് കിട്ടുന്ന സമയത്ത് എന്താണ്, നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. നമ്മളെ കൊണ്ട് നമ്മളുടെ പേർപ്പസ് എന്താണ്, നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വഴി ഏതാണ്, നമ്മൾക്കുള്ളിലെ വെളിച്ചം പുറത്തു കൊണ്ടുവരാനും അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഇപ്പം പലരും സ്ട്രെസ് കാരണം അല്ലെങ്കിൽ അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾ കാരണം പല കാര്യങ്ങളിലും പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പൊ കുടുംബജീവിതത്തിലായിക്കോട്ടെ, ഇപ്പം വർക്ക് ലൈഫിലായിക്കോട്ടെ, ബിസിനസ്സോ ജോലിയോ ഏതാണെങ്കിലും. അപ്പൊ ആ രീതിയിൽ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത്, അതായത് ഏതൊക്കെ ടൂളുകൾ ഫോളോ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കാതെ നമ്മളുടെ സെൽഫ് കൺട്രോൾ കൊണ്ടുവരാൻ, ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയാലും, മാനസികമായിട്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ നോക്കിയാലും അത് ഹല്ലി വല്ലി എന്നുള്ള രീതിയിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള, നമ്മളുടെ ഉള്ളിലേക്ക് എടുത്താലേ, നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് സ്വീകരിച്ചാൽ മാത്രമല്ലേ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അപ്പൊ എന്താണ്, അത് സ്വീകരിക്കാതെ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ കട്ട് ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാതെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇമോഷണൽ ബാലൻസിങ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വിഷമവും പെട്ടെന്ന് സങ്കടവും പെട്ടെന്ന് എന്താണ് പല പല ഇമോഷൻസിലേക്ക് പോകുന്നതിന് പകരം അത് ബാലൻസ്ഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പോകണ്ടെന്നല്ല, പക്ഷെ മറ്റുള്ളവർക്ക് നമ്മളെ വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇന്റൻഷനലി ചിന്തിക്കുകയാണോ എന്ന് കരയണം. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മാത്രം കരയാനും ചിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡിലേക്ക് നമ്മളുടെ മനസ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു മെത്തേഡ്. ദാറ്റ് മീൻസ് ഓരോ ദിവസം എടുത്ത് നോക്കിയാലും അന്ന് ചെയ്തു തീർക്കേണ്ട മെയിൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ മിസ് ചെയ്യും. നമുക്ക് പെരാറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 80-20 എന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു 20% കാര്യങ്ങളുണ്ട്. ആ 20% കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മളുടെ ലൈഫിലെ ടൈമിന്റെ 100%, വളരെ ചെറിയ ശതമാനം മാത്രം, ഒരു 90% ടൈമും ആ 20% കാര്യങ്ങളിലേക്ക് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യപ്പെടില്ല. എങ്ങനെ വേസ്റ്റ് ചെയ്യപ്പെടുന്ന പറഞ്ഞാല് നമ്മൾ ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഡെലിഗേഷൻ, ഇപ്പം ജോബിലോ ബിസിനസ്സിലോ ആണെങ്കിൽ ആളിലേക്ക് അത് ഡെലിഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത ജോലികൾ മറ്റുള്ളവർക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ, അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയില്ല. ആ രീതിയിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു ക്ലാരിറ്റി വേണ്ടേ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാന്നുള്ളത്. ഇതേപോലെ തന്നെ ഇപ്പം പല ആളുകൾക്കും എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കിട്ടാത്ത ഒരു സാഹചര്യം. എന്താണ്, ഞാനിപ്പോ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഞാനത് തുടങ്ങേണ്ടത്, എന്നെ ആരെങ്കിലും കളിയാക്കുമോ, ഞാൻ ചെയ്താൽ അത് തെറ്റായി പോവോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമോ എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള തോട്ട്സ് വരാറുണ്ട്. അങ്ങനെ തോട്ട്സ് വരുന്ന ആളുകൾക്ക് ആ തോട്ട്സ് വരാത്ത രീതിയിൽ ആ ഓരോ കാര്യങ്ങളും, ഒരു ഇനീഷ്യേറ്റീവ്, പുതിയൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു മൈൻഡ് കിട്ടും. എങ്ങനെ, ആദ്യം തന്നെ നോർമലി നമ്മൾ നെഗറ്റീവ് തോട്ടിലേക്ക് പോകുന്നതിന് പകരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ചിന്തിക്കാൻ, ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അതിനെ കൊണ്ട് ഉള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് കിട്ടും. ഇതേപോലെ തന്നെയാണ് ഓരോ ദിവസത്തിനും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തുണ്ട്, റൂട്ടീൻസ് ഉണ്ട്. ഡെയിലി ലൈഫിൽ നമുക്ക് ചില റൂട്ടീൻസ്, നമ്മൾ ദിനചര്യകൾ എന്ന് പറയും, ഹാബിറ്റുകൾ പറയും. ആ ഹാബിറ്റുകൾ ഫോളോ ചെയ്ത് പോയാൽ നമ്മളുടെ ഒരു നിമിഷം പോലും വെറുതെ വേസ്റ്റ് ആക്കപ്പെടുന്നത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ കുടുംബത്തിന്റെ ജീവിതത്തിലും മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഒക്കെ സഹായങ്ങൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വളരാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മളെ എല്ലാ മേഖലയിലും, എന്തൊക്കെ മേഖലയിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ
കുടുംബ ബന്ധങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. ഇപ്പൊ പല രീതിയിലുള്ള ട്രോമകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഭർത്താവിന്റെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, ഭാര്യന്റെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, പല രീതിയിൽ എന്താ പറയാ ഒരു കുടുങ്ങിയ രീതിയിൽ അവരുടെ ലൈഫ് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, ഞാൻ കുടുങ്ങിപ്പോയോ എന്റെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ വിഷമിച്ച് ഇപ്പൊ മക്കളെയും ഇതൊക്കെ മക്കളെ മാത്രം വിചാരിച്ചിട്ട് പിരിഞ്ഞു പോരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഈസി ആയിട്ട് പിരിഞ്ഞു പോരാനുള്ള ക്ലാസ് ആണ് നല്ല കേട്ടോ പറയുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് സെൽഫിനെ കൺട്രോൾ ചെയ്ത് ആങ്കർ കൺട്രോളും അതേപോലെ കൂടെ നമ്മളുടെ മനസ്സ് മാറുന്ന സമയത്ത് നമ്മളുടെ കൂടെ ജീവിക്കുന്ന സറൗണ്ടിങ്സിലുള്ള ആളുകളുടെ മനസ്സും മാറും. ആ രീതിയിൽ സെൽഫ് കൺട്രോൾ ചെയ്ത് അവരുടെ മെന്റാലിറ്റി മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് മാറാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരാളെ മൊത്തത്തിൽ മാറ്റാൻ നമുക്ക് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് മാറ്റങ്ങൾ വരുന്ന സമയത്ത് അവരുമായിട്ടുള്ള എനർജി ലെവലില ഊർജ തലത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അവരുടെ പെരുമാറ്റം നമ്മളോട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അത് എത്ര കൗൺസിലിങ്ങിന് പോയാലും ചില ബന്ധങ്ങളിൽ ഒരു മാറ്റവും വരാറില്ല. അപ്പൊ എന്താ സംഭവം, ആ പരിഗണന എന്ന് പറഞ്ഞ സംഭവം അങ്ങോട്ടും റെസ്പെക്ട് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ആദ്യം ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണ്ടേ. ആദ്യം സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എത്തണമെങ്കിൽ ആദ്യം നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അവര് തന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം സ്വന്തത്തെ കുറിച്ച് ആലോചിക്കാനും സെൽഫിനോട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, എങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ നമ്മളെ പറ്റി ഏതെങ്കിലും രീതിയിൽ എന്താണ് മോശമായിട്ട് ചിത്രീകരിക്കുക, നമ്മളെ മനസ്സിൽ തന്നെ ചിത്രീകരിക്കുന്നതിന് പകരം നമ്മൾ ടോട്ടലി സെൽഫ് കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മൾക്ക് ഏത് രീതിയിലുള്ള ആളുകളാണോ നമ്മളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അവരുടെ മനസ്സിലേക്ക് നമുക്ക് അവരെ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അവർക്കും നമ്മളോട് ഒരു സ്നേഹവും റെസ്പെക്റ്റും ഫീൽ ചെയ്ത് തുടങ്ങും. ഇതേപോലെ ഇപ്പം ഓരോരുത്തരുമായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷനും ഇല്ല ഇൻക്ലൂഡ് ആണ്. പേഴ്സണൽ മെന്ററിങ് പോലെ നമ്മൾ ഓൺലൈനായിട്ട് ഈ സെഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഓരോരുത്തരായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് 1-to-1 മെന്ററിങ് സെഷൻ പോലെ ഒരു കൗൺസിലിംഗും നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരു ദിവസം ഇപ്പൊ വന്നിട്ട് നിങ്ങൾക്ക് കുറെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിട്ട് നാളെ തൊട്ട് ചെയ്തോളിട്ടോ ആ രീതിയിൽ പറയുന്നതല്ല. നമ്മളെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരും നിങ്ങളെ പേഴ്സണലി കണക്ട് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, ആ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ നമ്മളെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുടെ ഇപ്പം ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സത്യൻ സാറിനോട് തന്നെ നമ്മൾക്ക് ചോദിക്കുക ലാസ്റ്റില്. സത്യൻ സാറാണ് ഇവിടെ നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഇപ്പം 3 ബാച്ച് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 15 ബാച്ച് നമ്മൾ ഓൺലൈൻ ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒറ്റ ദിവസത്തെ പ്രോഗ്രാം അല്ല കേട്ടോ. പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു ദിവസത്തെ പ്രോഗ്രാമിന് എത്ര പേയ്മെന്റ് ഒക്കെ. സംഭവം ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ല, 1 മന്ത് ഫോളോ അപ്പും അതേപോലെ നമ്മളുടെ ഓൺലൈൻ ആയിട്ടുള്ള യുണീക്നെസ് കോഡ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. 1 മന്തിന് നമ്മൾ 7,000 കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അതാണ് നമ്മൾ ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ ഓഫ്ലൈൻ സെഷന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, അതിന് എനർജി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് വരുന്ന ആളുകൾക്ക് നമ്മൾ ഓഫറായിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട മിസ്ന വർഷിത? ആർക്കെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ യുണീക്നെസ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ? ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത്. ഫെസ്റ്റിനെ കൊണ്ട് നമ്മൾ മ്യൂട്ടായി പോയി. സോറി, സാറ് പറഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത്. ബേസിക്കലി നമുക്ക് എല്ലായിടത്തും പറയാനുള്ളത് ഇതൊരു 1 ഡേ പ്രോഗ്രാം അല്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം അതാണ്. ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യും എവിടെയെങ്കിലും ഒക്കെ പോയിട്ട്, എന്നിട്ട് ആ എനർജി അന്നുണ്ടാവും. ഈ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുമല്ലോ, എന്നിട്ട് അന്ന് ഫുള്ള് ഞാൻ നന്നാവും, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കും, ആ ഒരു വൈബിലാവും. പിന്നെ ആ ക്ലാസ് കഴിഞ്ഞു അന്ന് നൈറ്റ് അല്ലെങ്കിൽ പിറ്റേന്ന് മോർണിംഗ് ആ എനർജി ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ അത് കഴിയുകയും ചെയ്യും. ഇവിടെ നമുക്ക് ആ ഒരു സംഭവം സംഭവിക്കില്ല. നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. കാരണം ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1 മന്ത് വർക്ക്ഷോപ്പ്. അവിടെയും വെറുതെ ക്ലാസ് എടുത്ത് പോകുന്നതല്ല, നമ്മൾക്ക് കറക്റ്റ് ഫോളോ അപ്പ് തരും.
നമ്മളെ ടീമിൽ തന്നെയുള്ള മെമ്പേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യും. നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ബ്ലോഗ്സ് ഉണ്ടോ എന്നല്ല നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഒരു പുഷ് ആണല്ലോ ആവശ്യം, എന്ത് കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾ ബാക്കിൽ നിന്ന് ഒരാൾ പുഷ് ചെയ്യണമല്ലോ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ലക്ഷ്യമാണോ സാർ നേരത്തെ പറഞ്ഞ വെച്ച പോലെ ആഗ്രഹിച്ച് നമ്മളെടുത്തേക്ക് വരുന്നത് നേടിയെടുക്കുക എന്നുള്ള നമ്മളെയും കൂടി റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണാറുള്ളത്. നമ്മൾ വെറുതെ പറയുന്നല്ല, ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100+ റിവ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ഇത് 4ാമത്തെ ഇവന്റ് ആണ്, ഓൺലൈനായിട്ട് ഇത് 16ാമത്തെ ബാച്ചാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ളൊക്കെ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും കൺസേൺസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ പേയ്മെന്റ് വരുന്നത് 4000 ആയിരുന്നു. അതിൽ സാർ പറഞ്ഞിട്ടുണ്ടാകും ഓൾറെഡി എല്ലാം ഇൻക്ലൂഡ് ആണ്. അന്നത്തെ ഓഫ്ലൈൻ പ്രോഗ്രാം നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിലാണ് നടക്കുന്നത്, കാലിക്കറ്റ് ഗോകുലം ഗ്രാൻഡിൽ. പിന്നെ ഇതിന്റെ കൂടെ 1 മന്ത് വർക്ക്ഷോപ്പ് യുണീക്നെസ് കോഡ് എന്നുള്ള നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. 7000 പേയ്മെന്റിൽ ഈ 15 ബാച്ച് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് നമ്മൾ ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ. ഒരു ക്ലാരിറ്റി നമുക്ക് 1 ഡേ കൊണ്ട് എല്ലാം അങ്ങോട്ട് പോസിബിൾ ആവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ 1 മന്ത് വർക്ക്ഷോപ്പ്. പിന്നെ ഒരു കൺസൾട്ടേഷൻ, പേഴ്സണൽ സിറ്റിംഗ് നിങ്ങൾ സെർവായിട്ടില്ല, എല്ലാം ഈ ഒരു പേയ്മെന്റിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. പിന്നെ വരുന്ന ഗസ്റ്റുകൾ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജോസഫ് അന്നൻകുട്ടി സാർ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഡോക്ടർ അലിയൻസ മുക്താർ സാർ ആണ്. ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളൊരു സ്പെഷ്യൽ സ്റ്റൈലിൽ തന്നെ, എന്താ പറയുക, നമ്മളെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിലേക്ക് വാക്ക് കൈമാറുന്ന ഒരു മനുഷ്യനാണ്. ഒരു അടിപൊളി ആളാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആളെ പവർ എത്രത്തോളം ഉണ്ടെന്നില്ല. പിന്നെ ഡോക്ടർ റാഷിദ് ഗസാലി സാറും വരുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായി ഒരുപാട് മനുഷ്യരിലേക്ക് എനർജി പാസ് ചെയ്തിട്ടില്ല, കുറേ മനുഷ്യരുടെ ലൈഫിലേക്ക് ഹോപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് റാഷിദ് ഗസാലി സാർ. അവർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ചിരിച്ചുകൊണ്ട് ഇത്ര നേരം നമുക്ക് ക്ലാസ് എടുത്തിട്ടില്ല, അഫ്സൽ മാജിദ് സാർ ഉണ്ട്. വേറെ ഷാന ലുക്മാൻ മാം സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അവരുണ്ട്. പിന്നെ തസ്നി ബാനു മാം, ഫൈറൂസ റാലിയ മാം, ഷെദ മഹ്മൂദ് മാം. അങ്ങനെ ഒരു ബെസ്റ്റ് ടീമിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. നമുക്ക് അവൈലബിൾ, നമ്മൾ ഓരോ ടീമിനെ കുറിച്ചും പഠിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണം. ആ ഒരു നിയത്ത് മാത്രം നമ്മളിലേക്കുള്ള കുറേ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യണം, കുറേ ആളുകൾക്ക് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യണം എന്നുള്ള. അപ്പം അതിൽ നമ്മൾ ഓരോ ഫീൽഡിലത്തെയും എക്സ്പെർട്ടിനെ തന്നെ കണ്ടെത്തിയിട്ടാണ് സെഷൻ എടുക്കാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ടുണ്ടാവില്ല എന്താണ് എങ്ങനെയൊക്കെ ആണെന്നില്ല. നിങ്ങളെ ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ. ഇപ്പോൾ സാർ ലൈവിലുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാമല്ലോ. എന്തെങ്കിലും ആരാണ് ആദ്യം എന്തെങ്കിലും ഡൗട്ട്? പിന്നെ ആ സത്യൻ സാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളതുണ്ടോ? നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബാച്ച് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സാർ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. സാറിന് എന്താണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ എന്നില്ല? പ്രോഗ്രാം വളരെ നല്ലതാണ്. എനിക്ക് എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും കിട്ടിയത് ഈ പ്രോഗ്രാമിൽ വന്നുകൊണ്ടാണ്. എല്ലാ തരത്തിലും. ഹലോ സാറേ, അത് പറഞ്ഞപ്പോ ഒന്ന് സ്റ്റക്ക് ആയി പോയി തോന്നുന്നു. അവിടെ എനിക്കൊന്ന് റേഞ്ച് റേഞ്ച് ഈ ടൈമിലാ. അല്ല, എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കോഴ്സിന്. കേൾക്കുന്നില്ല? സാർ ഒന്ന് വീഡിയോ മോഡാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാറുണ്ട്. അപ്പൊ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. വീഡിയോ ഓക്കെ ആണ്. ആ ആ എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ബ്ലസ്ഡ് ആണ് കാരണം ഇതിൽ വന്നപ്പോൾ ഉണ്ടായത്. ഒരു അനുഗ്രഹം തന്നെയാണ് കിട്ടിയത്. കാരണം എല്ലാ അർത്ഥത്തിലും അതില് അങ്ങനെ പറയുന്നതല്ല, ശരിയായി ആത്മാർത്ഥയോടുകൂടി പറയുന്നതാണ്. എല്ലാ അർത്ഥത്തിലുള്ള ഒരു മോട്ടിവേഷനും എല്ലാ അർത്ഥത്തിലും ഞാനൊരു പുതിയ പേഴ്സണായി മാറി. അത്ര ചുരുക്കത്ത് പറയാം. താങ്ക് യു സോ പിന്നെ മച്ച്. താങ്ക് യു സോ മച്ച് സർ. സെഷൻസിലൊക്കെ കാണാം. നമ്മൾ അടുത്ത പ്രോഗ്രാമിന് വളരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഫോർത്ത് ഇവന്റിന് വേണ്ടിയിട്ട്. അഫ്സൽ സാർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലായിരുന്നോ? ഞാൻ സാറിനോട് പറയായിരുന്നു, സാറിന്റെ പ്രൊഫഷൻ എന്താണെന്ന് കൂടി അറിഞ്ഞോട്ടെ ആൾക്കാരെ. ഓക്കെ. നിങ്ങളുടെ വോയിസ് ഇപ്പോഴും ചെറിയൊരു കുറവുണ്ട് കേട്ടോ. വൈഫൈ അവൈലബിൾ അല്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ സ്റ്റുഡൻസിനെ ആരെയും ഇവിടെ കൊണ്ടുവന്ന് എത്തിയതൊന്നും അല്ല കേട്ടോ. അത് പറഞ്ഞുതരാം. സാർ ലൈവായിട്ട് വന്ന സമയത്ത് ഡെയിലി ക്ലാസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ ജസ്റ്റ് കണ്ട സമയത്ത് ചോദിച്ചതാണ് എന്താണ് പ്രോഗ്രാം എന്നുള്ളത് പറഞ്ഞുതരാൻ. എല്ലാം താങ്ക് യു സോ മച്ച് സർ. പിന്നെ ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. 15 വയസ്സിന് മുകളിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ സമയത്ത് നമുക്ക് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിഷൻ ബോർഡ്, മൈൻഡ് പവർ ഒക്കെ പറയുമല്ലോ, അതൊക്കെ ഇതിന്റെ പാർട്ടായി വരുന്നുണ്ട് കേട്ടോ. സാർ നേരത്തെ പറഞ്ഞ വെച്ച ടോപ്പിക്കിനെ പോലെ തന്നെ ഇനി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇല്ലതുണ്ടോ?
ക്ലിയർ ആയതാണോ? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? മിസ് നമ്മുടെ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താല്. ആ, ഓക്കെ ഓക്കെ. അല്ലാതെ പറഞ്ഞോളൂ 2 നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാം. ഒരു നമ്പർ 8137023966 ആണ് കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഈ നമ്പർ പുതിയതായിക്കൊണ്ട് മറ്റേ നമ്പർ കുറെ കാലങ്ങളായിട്ട് അറിയുന്നുണ്ട് കാണാം. മുർഷിദ നമ്പർ 7356582863. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. റിഫ ഇവിടെ ഉണ്ട് അല്ലേ? താങ്ക് യു. അതിനാണ് മിസ്ര സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അതിന് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓഗസ്റ്റ് 10-ാം തീയതി ആണ് കേട്ടോ. അത് പറയാൻ പറ്റും. ഓഗസ്റ്റ് 10-നാണ് പ്രോഗ്രാം വരുന്നത്. സൺഡേ, ഈ സൺഡേ അല്ല, നെക്സ്റ്റ് സൺഡേ. കാലിക്കറ്റ് ഗോകുലം ഗ്രാൻഡിലായിരുന്നു. നമ്മളെ ഗോകുലം മാളിന്റെ ബാക്കിലുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ. വേറെ എന്തെങ്കിലും? ബിജു സർ, ഷുഹൈബ് സർ, റിയാസ് സർ, ദൗലത്ത് മാം, മുർഷിദ നസീർ, മാജിദ മാം, ഷാഹിദ മാം, എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടോ? നമ്മളെ വൈൻഡപ്പ് ചെയ്യല്ലേ സെഷന്? അല്ലെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ കൺസേൺസിന്. താങ്ക് യു സോ മച്ച്. നമ്പർ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. 73 സോറി നമ്പർ മെൻഷൻ ചെയ്യാം. 7356582863. മുർഷിദ എന്നാണ് പേര്. പിന്നെ അടുത്ത നമ്പർ വരുന്നത് 8137023966. മിസ്നാന്നില്ലായിരുന്നു കേട്ടോ. അത് ഇനി ആരെങ്കിലും യൂട്യൂബിൽ റെക്കോർഡിങ്സ് കാണുമ്പോൾ അവർക്കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാം, കൂടെ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഷെയർ ആവും. ഓക്കെ, താങ്ക് യു.